നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു സംഭവം എന്താ ചോദിച്ചാൽ നസാറാക്കളുടെ ഒരു വിഷയമാണ്. അതായത് അള്ളാഹുവിൻ്റെ ഈസാ നബി അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്ന് പറഞ്ഞ് തൗഹീദിനെ അവർ മാറ്റിമറിച്ച ഒരു സംഭവത്തിനെ കുറിച്ചാണ്. ഇനി വരുന്നത് എന്താ ചോദിച്ചാൽ യഹൂദികളും നസാറാക്കളും ഒന്നിച്ച് പങ്കെടുത്ത ഒരു മാറ്റിമറിക്കലാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ വക്കാലത്തിൽ യഹൂദു വൻ നസാറ, യഹൂദികളും നസാറാക്കളും പറഞ്ഞു നഹനു അബ്നാ ഉല്ലാഹി വ അഹിബ്ബാഉ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളും അവന് ഏറ്റവും ഇഷ്ടപ്പെട്ടവരുമാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഈ മനുഷ്യരുടെ ഏകത, മനുഷ്യരും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം അടിമ ഉടമ ബന്ധമാണ്. അടിമ ഉടമ ബന്ധം, അതിനെ അവർ അവകാശബന്ധമാക്കി, അത് വംശബന്ധമാക്കി, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവർ എന്നുള്ള ബന്ധമാക്കി. അള്ളാഹുവിൻ്റെ പുത്രനായ ഈസ വന്ന് ഈസയിലെ വിശ്വാസം കൊണ്ട് ഏറ്റെടുത്ത് അവരിഷ്ടപ്പെട്ടവരാകുക. രണ്ടു കൂട്ടരും പങ്കുവെക്കുന്നത്, അതായത് വംശീയ ബന്ധമാക്കി മാറ്റി. അടിമ ഉടമ ബന്ധത്തെ വംശീയ ബന്ധമാക്കി. അത് രണ്ട് അടിസ്ഥാന സാധനങ്ങളാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ബഹുത്വമാക്കി, രണ്ടാമത് അള്ളാഹുവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധത്തെ, അടിമ ഉടമ ബന്ധത്തെ വംശീയ ബന്ധമാക്കി, മക്കൾ വാപ്പ എന്നുള്ള ബന്ധമാക്കി. അത് ആ രണ്ട് തിരിമറികൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ തിരിമറികളാണ്. ആ തിരിമറികളുടെ മുകളിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് അള്ളാഹു അവരോട് ചോദിക്കുന്ന സംഭവം എന്താ വെച്ചാൽ കുൽ, ചോദിക്ക് ഫലിമ യുഅദ്ദിബുക്കും ബിദുനൂബിക്കും, അതായത് ഈ ചരിത്രത്തിൽ ഈ ബനൂ ഇസ്രായേലിയർ ധാരാളം ശിക്ഷകൾ അനുഭവിച്ചിട്ടുണ്ട്. അത് റോമക്കാരിൽ നിന്ന് അവർ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്, മറ്റേ ഇറാഖുകാരിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്, പല പല വിഭാഗങ്ങളിൽ നിന്നും അവർ അടിമത്തവും പീഡനവും ഫറോവയിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ അത്ര ഇഷ്ടപ്പെട്ടവളും മക്കളുമാണെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള അക്രമികൾ നിങ്ങളെ ശിക്ഷിക്കാനാ? ഇപ്പം എൻ്റെ കുട്ടികളെന്തെങ്കിലും ചെയ്ത് വെച്ചാൽ ഞാൻ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുമോ? ശിക്ഷിക്കാൻ ഇല്ല, അതുണ്ടാവില്ല. അങ്ങനെ അള്ള വേണമെങ്കിൽ ശിക്ഷിക്കുക എന്നല്ലാതെ മറ്റുള്ള അക്രമികൾ എങ്ങനെയാണ് നിങ്ങളെ കൈകാര്യം ചെയ്യുക? അത് തന്നെ തെളിയിപ്പിക്കുന്നില്ലേ വൽ അന്തും ബഷറും മിമ്മൻ ഖലഖ, അള്ള സൃഷ്ടിച്ച മറ്റ് സൃഷ്ടികളെ പോലെയാണ് നിങ്ങൾ. അത് കൃത്യമാണ്, അതിൻ്റെ യുക്തി കൃത്യമാണ്. കാരണം അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടവരും അള്ളാഹുവിൻ്റെ മക്കളുമാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമായിരുന്നില്ല. അള്ളാഹു പറയാം, അള്ളാഹു യഗ്ഫിറു ലിമൻ യശാഉ, അള്ളാഹു തീരുമാനിച്ചവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. അത് വംശീയ ബന്ധം വെച്ചിട്ടൊന്നല്ല, അത് അള്ളാഹുവിൻ്റെ ജ്ഞാനവും അള്ളാഹുവിൻ്റെ യുക്തിയും വെച്ചിട്ടാണ് അള്ളാഹു ആ സംഭവം ചെയ്യുക. വ യുഅദ്ദിബു മൻ യശാഉ, അള്ളാഹു അതേപോലെ ശിക്ഷിക്കുകയും ചെയ്യും. അത് ആരുടെയെങ്കിലും വംശപരമായിട്ട് അള്ളാഹുടെ വംശമല്ലാത്തത് കൊണ്ടല്ലാന്ന്. അത് അള്ളാഹുവിൻ്റെ അടിമ ഉടമ ബന്ധത്തിൻ്റെ ഭാഗമായി അവൻ്റെ യുക്തിജ്ഞാനങ്ങളെ കൊണ്ട് മാത്രമാണ് ആ സംഭവങ്ങൾ നടക്കുന്നത്. അല്ലാതെ അള്ളാഹുവിന് ആരുമായും വംശീയമായി യാതൊരു ബന്ധവുമില്ല. അള്ളാഹുവിന് പ്രത്യേകിച്ച് അങ്ങനെ ഇന്നൊരു ജനതനെ ഇഷ്ടമാണെന്നോ ഇന്നൊരു ജനതനെ ഇഷ്ടമല്ല എന്നോ ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഒരു ഹദീസുണ്ട്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അയ്യുഹന്നാസേ, മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാണ്. അലാ ലാ ഫളല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അനറബിയല്ലാത്തൻ്റെ മേൽ അറബിക്ക് യാതൊരു ശ്രേഷ്ഠയുമില്ല. വലാലി അജമിയ്യിൻ അലാ അറബിയൻ, അജമിക്ക് അനറബിക്ക് അറബിയോടുമില്ല അങ്ങനെ ഒരു ശ്രേഷ്ഠത. വലാ അഹ്മറ അല അസുവദ, ചുവന്നവന് കറുത്തവനുൻ്റെ മേലും അങ്ങനെ ഒരു ശ്രേഷ്ഠതയില്ല. വലാ അസുവദ അല അഹ്മറ, കറുത്തവന് ചുവന്നവൻ്റെ മേലിലുമില്ല. ഇല്ലാ ബി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ അള്ളാഹുവിൻ്റെ അടുത്ത് തഖ്വയുള്ളവരാണ്. അലാ ഹൽ ബല്ലഗ്തു, ഇത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചില്ലേ? റസൂൽ ചോദിക്കുക. ഇത് ഖുർആനിലും വരുന്നുണ്ട്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സംഭവമാണ്. ഇത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവരെ തങ്ങളാണോ സയ്യിദാണോ ഖാനാണോ എന്നൊക്കെ കണക്കൂട്ടേണ്ടത്. ഇതൊക്കെ അള്ളാഹു പറഞ്ഞതിന് എതിരാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു വംശത്തിന് എന്തെങ്കിലും പ്രത്യേക
തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ ഈ മനുഷ്യരെ വേർതിരിക്കുന്ന യാതൊരു സംഭവവുമില്ല. അത് താഴത്തുക്കുമില്ല, മേലക്കുമില്ല. അത് ഖുർആൻ്റെ അടിസ്ഥാനത്തിലും ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും സ്ഥിരപ്പെട്ടതാണ്. ഇതിൻ്റെ അപ്പുറമുള്ള ഏതെങ്കിലും വംശീയത അത് ആര് പറഞ്ഞാലും, അത് നസാറാക്കൾ പറഞ്ഞാലും യഹൂദർ പറഞ്ഞാലും മുസ്ലിമീങ്ങൾ പറഞ്ഞാലും അത് ഇസ്ലാമല്ല. അതാണ് നമ്മൾ ഈ ആയത്തിൽ നിന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയത്. വലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശഭൂമികളും അതിലുള്ളതും അതിൻ്റെ മുഴുവൻ ആധിപത്യം അള്ളാഹുവിന് മാത്രമാണ്. അത് അള്ളാഹ്ക്കുള്ള പിന്നെ ഒരു മോനോ ഒരു പരിശുദ്ധാത്മാവോ അങ്ങനെ അള്ളാഹു ഈ ആധിപത്യം അധികാരം ആർക്കും പങ്കുവെച്ച് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരുടെയും അള്ളാഹു അല്ലാത്ത ആരുടെയും പോയി കയ്യും കാലും പിടിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിലേക്ക് മാത്രം അവലംബിക്കുക. വ ഇലൈഹിൽ മസീർ, ആര് എവിടെയൊക്കെ എന്തൊക്കെ അധികാരം എന്തൊക്കെ നുണ പറഞ്ഞ് നേടിയിട്ടുണ്ടെങ്കിലും അവസാനം തിരിച്ചു ചെല്ലേണ്ടത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് മാത്രമാണ്. വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ, ഈ വേദക്കാരൻ ഈ മൊത്തം അഭിസംബോധന ചെയ്യാം. യാ അഹ്ലൽ കിതാബി ഖദ് ജാഅക്കും റസൂലുന, നിശ്ചയമായും നമ്മുടെ ദൂതൻ ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. യുബയ്യിനുലക്കും, നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നുകൊണ്ട്. അവർ മറച്ചു വെച്ച സാധനങ്ങൾ, അവർ അലങ്കോലമാക്കിയ സംഗതികൾ, ഈസാ നബിയുടെ അലൈഹിസ്സലാമിൻ്റെ യാഥാർത്ഥ്യം, മറിയത്തിൻ്റെ യാഥാർത്ഥ്യം, അതിൻ്റെ ജനതത്തിൻ്റെ യാഥാർത്ഥ്യം, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച്, മനുഷ്യരുടെ ഏകതയെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും, അതായത് അവർ അലങ്കോലമാക്കിയ മുഴുവൻ സംഭവങ്ങളെയും വ്യക്തമാക്കിക്കൊണ്ട് അലാ ഫത്രത്തിൻ മിനർ റുസുൽ, പ്രവാചകന്മാർ ുള്ള ഒരു ഇടവേള, പ്രവാചകന്മാരുടെ മാത്രമല്ല ഇവിടെ ഇടവേള, പ്രവാചകത്വം റിസാലത്തിൻ്റെ ഒരു ഇടവേള ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞു ഈസാ നബി അലൈഹിസ്സലാമിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷം അസ്റുൽ ജാഹിലിയ ആരംഭിച്ചു എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു. അസ്റുൽ ജാഹിലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാർക്ക് ഏജ് എന്ന് പറയുന്നത്, അതായത് ഹിദായത്ത് ഭൂമിയിൽ വ്യക്തമല്ലാത്തൊരു ഇടവേള ഉണ്ടായി. ആ ഇടവേളയ്ക്ക് ശേഷം അത് വ്യക്തമാക്കി തന്നുകൊണ്ട് നമ്മുടെ റസൂൽ നിങ്ങളിലേക്ക് ഇതാ വന്നിരിക്കുന്നു. അതായത് റസൂൽ വന്നത് അവരിലേക്കും കൂടിയാണ് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവുകളാണ് ഈ വരുന്നത്. അൻ തഖൂലു, നിങ്ങൾ പറഞ്ഞേക്കാം. കാരണം ഏതൊരു മനുഷ്യനും അള്ളാഹുവിൻ്റെ മുന്നിൽ ന്യായം വെക്കാനുള്ളൊരു സാധന റിസാലത്ത് അല്ലാതെങ്കിൽ ഹിദായത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. അൻ തഖൂലു മാ ജാഅനാ മിൻ ബഷീരിൻ വലാ നദീർ, ഒരു ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നവനോ രക്ഷയെക്കുറിച്ച് സുവാർത്ത അറിയിക്കുന്നവനോ ആരും ഞങ്ങൾക്ക് വന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ ഇനി പറ്റില്ല എന്ന്. അത് വന്നു കഴിഞ്ഞു. ഫഖദ് ജാഅക്കും ബഷീറും വനദീർ, നിങ്ങൾക്ക് തീർച്ചയായും ഇതാ ഈ ബഷീറും നദീറും ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവർ ഈ റസൂലിനെ അംഗീകരിക്കാതിരിക്കാനുള്ളൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ വംശത്തിൽ നിന്ന് വന്നില്ല എന്നുള്ളതാണ്. അവരുടെ വംശത്തിൽ നിന്ന് വന്നില്ല. അവരുടെ വംശത്തിൽ നിന്ന് വരാത്ത ഒരു റസൂലിനെയും അവർ അംഗീകരിക്കുന്ന പ്രശ്നവുമില്ല. അവരുടെ വംശത്തിൽ തന്നെ വന്ന ഈസാ നബീനെ പോലും അവർ അംഗീകരിച്ചില്ല. അപ്പോൾ അങ്ങനത്തെ ആളുകളാണ്. അതുകൊണ്ട് അള്ളാഹ് പറയാണ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന് ആരിൽ നിന്ന് എവിടെ നിന്ന് എങ്ങനെയും റസൂലിനെ ഉയർപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും. അത് അവർ ഉമ്മിയാണോ, അവർക്ക് മുമ്പ് വേദം ഉണ്ടായിരുന്നോ, നിങ്ങളവരെ ചവിട്ടി മതിച്ചിരുന്നോ, അതൊന്നും ഒരു വിഷയമില്ല. അള്ളാഹുവിൻ്റെ കഴിവാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. അതാണ് അങ്ങനെ പറയുന്നത്. ഇനി ഇവരുടെ, അതായത് ഇതൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി മുസ്ലിമീങ്ങൾക്ക് ഈ കൂട്ടരെ കുറിച്ചിട്ട് അള്ളാഹ് വലിയ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇനി അവരുടെ ചരിത്രത്തിലേക്ക് നമ്മളെ അള്ളാഹു കൊണ്ടുപോവുക. ഇതൊക്കെ ബൈബിളും പറയുന്ന ചരിത്രമാണ്, ഖുർആൻ മാത്രം പറയുന്ന ചരിത്രമല്ല. ബൈബിൾ, ഉൽപ്പത്തി, മറ്റേ അങ്ങനത്തെ പുസ്തകങ്ങളിലൊക്കെ ഈ ചരിത്രത്തിനെ കുറിച്ചിട്ട് വലിയ വിശദീകരണങ്ങളുണ്ട്. ഖുർആനിൽ ഇതിൻ്റെ ഈ സൂചനകൾ മാത്രമേ ഉള്ളൂ. ഇത് കാല മൂസ പറഞ്ഞ സന്ദർഭം കൗമിഹി, തൻ്റെ കൗമിനോട്, അതായത് ബനു ഇസ്രായേലിനോട് പറഞ്ഞ സന്ദർഭം. യാ കൗമി, ഹേ കൗമേ, ഉദ്കുറു, നിങ്ങൾ ഓർക്കണം, നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ നിഅമത്തിനെ ഓർക്കണം. ഇത് എവിടെ വെച്ചിട്ടാണെന്ന് ചോദിച്ചാൽ മൂസാ നബി അലൈഹിസ്സലാം ഈ ഫറോവയെയും പടയാളികളെയും ഒക്കെ മുക്കിക്കൊന്നിട്ട് സീനാ മരുഭൂമിയിൽ പോയി, ഫാറാൻ മരുഭൂമിയിൽ അവർ തമ്പടിച്ച് ആ സ്ഥലത്ത് വെച്ചിട്ടാണ് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പ്രഭാഷണം നടത്തുകയാണ്. അതായത് 2 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈജിപ്തിൽ നിന്ന് പോന്നിട്ട്. അവർ മരുഭൂമിയിൽ പല സ്ഥലത്തും തമ്പടിച്ചു.
അങ്ങനെ അവർ തമ്പടിക്കാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലമാണ് ഈ ഫാറാൻ മരുഭൂമി എന്ന് പറയുന്ന എന്താണ് ഖാദിസി അങ്ങനെ എന്തോ ഒരു പ്രദേശത്തിന് ആ പേര്, അങ്ങനെ ഒരു പേര്. ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ മൂസാ നബി അലൈഹിസ്സലാം ഇവരോട് പ്രഭാഷണം നടത്തുന്ന ആ രംഗമാണിത്. മൂസ തൻ്റെ ജനതയോട് പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഓർക്കണം. ഇത് ജഅല ഫീക്കും അംബിയ, അതിൽ ആ അനുഗ്രഹത്തിൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് അംബിയാക്കളെ ഉണ്ടാക്കി എന്നുള്ളതാണ്. അത് ബനു ഇസ്രായേൽ, യാക്കൂബ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരൊക്കെ ഇവരിൽ നിന്നാണ് ഈ നബിമാരെ ഉണ്ടാക്കിയത്. ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം വരെ വന്ന ആ പ്രവാചകന്മാരെക്കുറിച്ച്. വജഅലക്കും മുലൂക്കൻ, നിങ്ങൾക്ക് മുലൂക്കുണ്ടാക്കി തന്നു, അതായത് അധികാരവും ആധിപത്യവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടാക്കി തന്നു. ഇത് മൂസാ നബി പറയുമ്പോൾ ഏതാവും ഉദ്ദേശിക്കുന്നുണ്ടാവുക? മൂസാ നബി ഈ അവസരത്തിൽ ഇത് പറയുമ്പോൾ അന്ന് ദാവൂദ് നബി ഉണ്ടാവുമോ? അന്ന് ദാവൂദ് നബി, സുലൈമാൻ നബി ഒന്നും രാജാക്കന്മാരായിട്ടില്ല, അവരൊക്കെ മൂസാ നബിയുടെ ശേഷമാണ്. ഇത് പറയുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാമിന് കൊടുത്ത സംഭവങ്ങളാണ്. അതായത് ഇവർ ഈ ഫലസ്തീനിലായിരുന്നു താമസിച്ചിരുന്നത്, ഈ ഫലസ്തീൻ പ്രദേശത്തായിരുന്നു ഇവർ യാക്കൂബ് നബി അലൈഹിസ്സലാം ആദ്യം താമസിച്ചിരുന്നത്. അത് ഇബ്രാഹിം നബിക്കായിട്ട് തന്നെ അള്ളാഹു കൊടുത്തിട്ടുള്ള ഭൂമിയാണ്, വാഗ്ദാനം ചെയ്തിട്ടുള്ള ഭൂമിയാണ്. അവിടുന്ന് ആണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഈ ഈജിപ്തിൽ അധികാരത്തിൽ പങ്കാളിത്തം കിട്ടുന്നത്. അങ്ങനെയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും മക്കളെയും കുടുംബത്തെയൊക്കെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടുന്ന് അങ്ങോട്ട് കുറേ കാലം അവരുടെ ആധിപത്യം ഈ ഈജിപ്തിലുണ്ടായിരുന്നു. അവർക്ക് അവിടെ വലിയ സ്വാധീനങ്ങളുണ്ടായിരുന്നു. കാരണം നബിമാരും ഒക്കെയാണ് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് വലിയ സ്വാധീനം നേടുകയും അവർ മാത്രമല്ലാത്ത പല ജനതകളും അവരിലേക്ക് കൂടിച്ചേരുകയൊക്കെ ചെയ്തിട്ട് അവർ വലിയൊരു സമൂഹമായിട്ടുണ്ട്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അവർ വലിയൊരു സമൂഹമായിട്ടുണ്ട്. ആ സമൂഹത്തിനാണ് ഇപ്പോൾ ഈ മൂസാ നബി അലൈഹിസ്സലാം മരുഭൂമിയിലേക്ക് കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതിലിടക്ക് ഫറോവയുടെ അടിമകളായി അവരാകെ നശിച്ച് നാണം കെട്ട്, അതാണ് ഫലിമ യു അസിബുക്കും എന്ന് പറയുന്ന സാധനം. അപ്പോൾ അത് അവരുടെ കയ്യിലിരിപ്പോണ്ട് പറ്റിയതാണെന്നുള്ള ഇതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ വംശീയമല്ല കാര്യങ്ങൾ. ആത്താക്കും മാലം യുഅ്തി അഹദം മിനൽ ആലമീൻ, ലോകത്ത് ഒരുത്തർക്കും കൊടുക്കാത്ത ചില സംഗതികൾ നിങ്ങൾക്ക് നൽകി. അത് മനുഷ്യ ചരിത്രത്തിൽ, ലോകത്തിൽ ഒരു പ്രവാചകൻ്റെ ചരിത്രത്തിലും ഒരു കടൽ പിളർന്നിട്ട് വഴിയുണ്ടാക്കി അതിൽ കൂടെ കൊണ്ടുപോയിട്ട് മറ്റുള്ളവരെ സമൂഹത്തെ നശിപ്പിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം മുസ്ലിമീങ്ങളാണെങ്കിൽ മുസ്ലിമീങ്ങളെ കൊണ്ട് ഏറ്റുമുട്ടിച്ചിട്ട് സഹായങ്ങൾ ചെയ്യുന്നത് പലതും ഉണ്ട്. ഇപ്പോൾ ബദറിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഈ കൂട്ടർക്ക് യാതൊരു പങ്കും ഉണ്ടായിട്ടില്ല. വെള്ളം കോരി വറ്റിക്കുകയൊന്നും ചെയ്തിട്ടല്ല. അതേപോലെ തന്നെ ഈ ലക്ഷക്കണക്കായ ആളുകൾ ഈ മരുഭൂമിയിൽ ചെന്നപ്പോൾ, ഒരു ലക്ഷക്കണക്കായ ആളുകൾ ഒരു മരുഭൂമിയിൽ ചെന്ന, നമ്മുടെ നാട്ടിൽ തന്നെ വന്നുള്ള കഥ എന്താ? അവർക്ക് കിട്ടുന്ന ഭക്ഷണം, അവരുടെ സംഭവമൊക്കെ എന്താ? അവർക്ക് അള്ളാഹു പ്രത്യേക അനുഗ്രഹം കൊടുത്തതാണ്. അതാണ് മന്ന സൽവ എന്ന് നമ്മൾ പറയുന്നത്. മന്ന സൽവ കൊടുത്തതെന്ന് മാത്രമല്ല, ആ മരുഭൂമിയിൽ അവർ ചൂടേറ്റ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി മേഘത്തിൻ്റെ തളനിട്ട് കൊടുത്തു. വല്ലൽന അലൈഹിമുൽ ഗമാമ എന്ന് പറയുന്നതാണ്. അതൊക്കെ ലോകത്ത് ഒരു സമൂഹത്തിനും അള്ളാഹു കൊടുക്കാത്ത അനുഗ്രഹങ്ങളാണ്. അതിനെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് റസൂൽ മൂസാ നബി അലൈഹിസ്സലാം അവരെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു അവരെ കൃത്യമായി ഏറ്റെടുത്ത സന്ദർഭങ്ങൾ അതൊക്കെ ആ കൂട്ടർ ശരിക്ക് കണ്ടതാണ്. ഈജിപ്തിൽ നിന്ന് അവർ ഈ പോക്കുന്ന ഇപ്പോഴും അവർ ഈ മഞ്ഞും സെൽവിയും തിന്നിട്ടാണ് ജീവിക്കണത്. ഈ അള്ളാഹുടെ ഈ മേഘത്തണലിലാണ് അവർ ജീവിക്കുന്നത്. അങ്ങനത്തെ ആളുകളോട് മൂസാ നബി അലൈഹി, നമ്മളിതിൻ്റെ സംഭവം, കാരണം ബനു ഇസ്രായേലി എന്താണ്, യഹൂദി എന്താണെന്ന് ശരിക്കും അള്ളാഹു മുസ്ലിം സമൂഹത്തിനെ പഠിപ്പിച്ചു കൊടുക്കുക അവരുടെ ചരിത്രത്തിൽ. ഇതിപ്പോൾ നമ്മൾ വെച്ച് കെട്ടി ഉണ്ടാക്കിയ ഒന്നല്ല. ബൈബിൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം എന്താ ഉണ്ടായി എന്നൊക്കെ. പഴയ നിയമം എടുത്ത് നോക്കിയാൽ മതി. ആവർത്തനം പോലത്തെ, യോശുവ പോലത്തെ പുസ്തകങ്ങൾ, പുറപ്പാട് ഒക്കെ നോക്കിയാൽ മതി. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ചിത്രം ഈ ഖുർആൻ പറയുന്നത് എന്താണ്. അപ്പോൾ ആ സംഭവത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരോട് മൂസാ നബി അലൈഹിസ്സലാം ആ പ്രഭാഷണം നടത്തുന്ന രംഗമാണിത്. എന്നിട്ട് പറയാണ്, കാരണം ഇവർ പോകുന്നത് എന്തിനാണ് ഈ ബനു ഇസ്രായേലിനെ ഇത്രമാതിരി കഷ്ടപ്പാടൊക്കെ നടത്തിയിട്ട് കുറേ കാലം മെനക്കെട്ട്
2 നബിമാർ, അതായത് മൂസാ നബി അലൈഹി സ്വലാം ഹാറൂൻ നബിയും കൂടി മെനക്കെട്ട് പണിയെടുത്തിട്ട് ഇവരുടെ ഈ മരുഭൂമിയിലേക്ക്, ഈ കാദേശ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിനാ? കൊണ്ടുവന്നതിനൊരു ലക്ഷ്യമാണുള്ളത്. അതായത് ഈ സമൂഹത്തെ കൃത്യമായ പ്രവാചകന്മാരുടെ ശിക്ഷണങ്ങളിലൂടെ മുസ്ലിം സമൂഹമായിട്ട് വളർത്തിയെടുക്കണം. കാരണം ഇതുവരെ അവർ അടിമത്തത്തിൽ കഴിഞ്ഞ ആളുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് അവർക്ക് വളരെ ഫ്രീ ആയിട്ട് അത് ചെയ്തു കൊടുക്കുന്നത്. കാരണം അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു സമൂഹത്തിനോട് ചോദിച്ചിട്ട് പിന്നെ കാര്യമില്ല. കാരണം അവർ അടിമത്തത്തിലാണ്, അവർക്ക് യാതൊരു ഇതുമില്ല. അപ്പോൾ ആ അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ അവർക്ക് കൊടുത്തത്. ഈ പോരണ പോക്കിൽ ഈ കൂട്ടർ ചെയ്തത് മൂസാ നബിക്ക് അറിയാം. ഈ പൂരണ പോക്കിൽ ഈ കൂട്ടർ ചെയ്ത സംഭവങ്ങൾ ഒരുപാട്, ഇതൊക്കെ ബൈബിൾ വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുക. ഈ കടലിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ അവർ മൂസാ നബീനെ കുറ്റം പറയുന്നുണ്ട്. എന്ത് പണിയാണ് ഈ ചെയ്തത്? ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ പുറത്ത് കടലിൽ നിൽക്കല്ലേ, ഇത് പിളരൊന്നൊന്നും അവർ വിചാരിക്കണില്ലല്ലോ. അപ്പം തന്നെ മൂസാ നബീനെ കിട്ടുന്ന താപ്പിന് മുഴുവൻ അവർ മൂസാ നബി അലൈഹി സ്വലാമിനെ കുറ്റം പറയുന്നുണ്ട്. ഈ പോരണ പോക്കിൽ കുറച്ച് ദിവസം ഒന്ന് മൂസാ നബി തൗറാത്ത് വായിക്കാൻ വേണ്ടി ഒന്ന് വിട്ടു നിന്നപ്പോൾ ആ താപ്പിന് അവർ ആഭരണങ്ങൾ ഒരുക്കിയിട്ട് പശുക്കുട്ടീനെ ഉണ്ടാക്കി അതിനെ ആരാധിച്ച്. ഹാറൂൻ നബി അവരുടെ അടുത്തുണ്ട്. എന്നിട്ട് പോലും അവരെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മഞ്ഞും സെൽവിയൊക്കെ തിന്നിട്ട് മടുത്ത് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ചീര വേണം, കക്കരി വേണം, ഉള്ളി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ മൂസാ നബി അലൈഹി സ്വലാമിനോട് പരാതി പറഞ്ഞു. ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞപ്പോൾ ഇനി അതിനില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഊരിച്ചാടാൻ നോക്കി. ഇതൊക്കെ മൂസാ നബി ശരിക്കും അവരനുഭവിച്ച മൂസാ നബിയാണ്. ആ മൂസാ നബിയെ ഒന്ന് കാര്യമായിട്ട് ഇവരോട് പറഞ്ഞില്ലെങ്കിൽ ഇവരങ്ങോട്ട് കടക്കില്ലാന്ന് വെച്ചിട്ട് തന്നെയാണ് അവിടെ വെച്ചിട്ടൊരു വലിയ പ്രഭാഷണം നടത്തുന്നത്. കാരണം അല്ലെങ്കിൽ ഇവർ ലൈവായിട്ട് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരോട് പ്രത്യേകം നമ്മളാണിച്ചെങ്കിൽ പറയും ഇപ്പം എന്താ പറയാനുള്ളത്, ഇവർ കാണണമല്ലേന്ന്. പക്ഷെ അങ്ങനെ അത്ര ഗൗരവമായിട്ട് മൂസാ നബി അവരൊരു ഇത് പറയാം, യാ ഖൗമി ഇദ്ഖുലുൽ അർളൽ മുഖദ്ദസത, ഇതിന് വേണ്ടിയിട്ടാണ് അവരെ കൊടുത്തിട്ടുള്ളത്. അതായത് അവർ എവിടെ നിന്നാണോ പോയത് ആ ഭൂമിയിലേക്ക് ഈ സമൂഹം തിരിച്ചു ചെല്ലുകയാണ്. അതായിരുന്നു മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ലക്ഷ്യം, ആ ഭൂമിയിലേക്ക് തിരിച്ചു ചെല്ലൽ. യാ കൗമി, എൻ്റെ ജനമേ ഉദ്ഖുലുൽ അർളൽ മുഖദ്ദസത, ഈ പരിശുദ്ധ ഭൂമിയിലേക്ക് പ്രവേശിക്കുക. അല്ലത്തി, ആ ഭൂമി കതബല്ലാഹു ലക്കും, അത് നിങ്ങൾക്ക് അള്ളാഹു എഴുതിയിട്ടുള്ളത്, നിങ്ങൾക്ക് അള്ളാഹു വിധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിലേക്ക് ചെല്ലുക. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. ആ അവകാശത്തിൽ നിന്ന്, അത് ഈ അവകാശമൊക്കെ എപ്പോഴാണ് നിൽക്കുക എന്നുള്ളത് ബൈബിളും പറയുന്നുണ്ട്, ഖുർആനും പറയുന്നത്. അത് അള്ളാഹുവുമായിട്ടുള്ള കരാറ് പാലിക്കുമ്പോൾ മാത്രമേ ഏത് സമൂഹത്തിൻ്റെയും ഏത് മനുഷ്യൻ്റെയും അവകാശം നിലനിൽക്കുക. ആ കരാറിൽ നിന്ന് ഏത് മനുഷ്യൻ പോയാലും, അത് നസ്രാണി പോയാലും യഹൂദൻ പോയാലും മുസ്ലിം പോയാലും അള്ളാഹുവിൻ്റെ ആ കരാറ് ബാധകമല്ല. ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുമായിട്ട് എന്ത് കരാറുണ്ടെങ്കിലും ആ കരാറിൻ്റെ ളാലിമീങ്ങൾക്ക് ആ കരാറുകൾ ഒന്നും ബാധകമല്ല. ഇവരിത് വംശീയമായിട്ടാണ് കാണുന്നത്, അത് വേറെ കാര്യമാണ്. അപ്പോൾ അവരോടത് പറഞ്ഞു, വലാ തെറുത്തദ്ദു, നിങ്ങൾ മടങ്ങരുത്, നിങ്ങൾ അതായത് ഇതിനെ റദ്ദ് ചെയ്യരുത്. എന്തിനെ? ഈ വിശ്വാസത്തെ നിങ്ങൾ റദ്ദ് ചെയ്യരുത്, ഇബ്രാഹിം നബിയുമായിട്ടുള്ള കരാറിനെ നിങ്ങൾ റദ്ദ് ചെയ്യരുത്, മൂസാ നബിയുമായി എടുത്ത കരാറിനെ റദ്ദ് ചെയ്യരുത്, ഒന്നും റദ്ദ് ചെയ്യാൻ പാടില്ല. അങ്ങനെ റദ്ദ് ചെയ്തിട്ട് നിങ്ങൾ പിന്നാക്കം നിങ്ങളുടെ ആ സ്വഭാവത്തിലേക്ക് പിന്നെയും പോവുകയാണെങ്കിൽ ഫതൻഖലിബു ഖാസിരീൻ, നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരാകും. ദുനിയാവിലും നഷ്ടപ്പെടും, ആഖിറത്തിലും നഷ്ടപ്പെട്ടവരാകും എന്നുള്ള മുന്നറിയിപ്പ് മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് കൊടുക്കാം. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ ചെന്നിട്ട് ഒരു 12 ആളുകളെ തിരഞ്ഞെടുത്ത് ഈ 12 ആളുകളെ ഈ ദേശത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ നിരീക്ഷണം നടത്താൻ, എന്താണ് അവിടുത്തെ അവസ്ഥകൾ എന്ന് നിരീക്ഷിക്കാൻ. ആ 12 ആളുകൾ അങ്ങോട്ട് പോയിട്ട് അവർ തിരിച്ചു വന്നിട്ട് ഈ ജനങ്ങൾക്കും മൂസാ നബിക്കും അവിടുത്തെ റിപ്പോർട്ട് കൊടുക്കണം. എന്താ ചോദിച്ചാൽ, കാലു, അവർ പറഞ്ഞു, ഈ പോയ 12 ആളുകളിൽ 10 ആൾ പറഞ്ഞു, യാ മൂസ, ഓ മൂസ, ഇന്ന ഫീഹ കൗമൻ ജബ്ബാരീൻ, അവിടെ ഉള്ളത് ഭയങ്കര പരാക്രമികളായ ആളുകളാണെന്നാണ്. ആ കനാനികൾ ഫിലിസ്തീനികൾ, ഇവരാണ് അവിടുത്തെ തദ്ദേശികളവാസികൾ. കനാനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ പുത്രപരമ്പരയിൽപ്പെട്ട ഒരു സമൂഹമാണ്. അവരെക്കുറിച്ചിട്ട് അവരീ പറയണത്, വ ഇന്നാ ലൻ നദ്ഖുലഹ, ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് കടക്കാൻ പോണില്ല. അതായത് അവർ ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ കുറിച്ചിട്ട് പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ, ഇവർ ഭയങ്കര ആജാനുബാഹുക്കളാണ്,
അവരെ കണ്ടാൽ തന്നെ നമ്മളെക്കാൾ എത്രയോ ഉയരവും തടിയൊക്കെ ഉള്ളവരാണ്. നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വിട്ടിൽ പോലെ ചെറിയ സാധനങ്ങളാണ്. അവരുടെ പോക്കറ്റിലിടാനുള്ള ഉത്തരം നമ്മൾ ബൈബിളിൽ പറയണതൊക്കെ അവരുടെ പോക്കറ്റിലിടാൻ മാത്രമേ നമ്മളുള്ളൂ. അവർക്കും നമ്മളെ കുറിച്ചിട്ട് അങ്ങനെ തന്നെ തോന്നുന്നത്. ഇങ്ങനത്തെ ഉള്ള ഇവരുടെ അടുത്തേക്ക് ഞങ്ങൾ എങ്ങനെയാണ് പോവുക എന്നുള്ളതാണ്. അത് ജനങ്ങളെ അവരങ്ങോട്ട് പറഞ്ഞ് ഭീതിപ്പെടുത്തി, ജനങ്ങളെ അങ്ങ് ഭീതിപ്പെടുത്തി. പൊതുവെ അലസന്മാരും മടിയന്മാരും ധിക്കാരികളുമായ ഈ സമൂഹം ഈ 10 ആളുകളുടെ വർത്താനം ഏറ്റെടുത്ത്, ഈ 10 ആളുകളുടെ വർത്താനം ഏറ്റെടുത്തിട്ട് അവർ പറഞ്ഞതാണ് ഇന്നാലന്നദുഹുലഹ ഹത്താ യഖ്റുജൂ മിൻഹാ. അവരവിടുന്ന് പുറത്തു പോകുന്നത് വരെ ഞങ്ങൾ അങ്ങോട്ട് കടക്കില്ല. എങ്ങനെ പുറത്ത് കടത്തണം? ചെങ്കടൽ പിളർന്ന അള്ളാഹ്ക്ക് ഇപ്പോൾ എന്താ പണി? ഈ കണ്ടകാലം മഞ്ഞയും സെൽവിയും തിന്നാൻ കൊടുത്ത അള്ളാഹ്ക്ക് ഇപ്പോൾ അവരുടെ ഇനി പുറത്ത് കടത്താൻ വേണ്ട പണി. അങ്ങനെ ചെയ്യുകയാണിച്ചെങ്കിൽ അത് ഞങ്ങളുടെ ഭൂമിയാണല്ലോ. ഏത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട, വംശീയമായി ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ആയതുകൊണ്ട് ഞങ്ങൾ വേണമെങ്കിൽ അവിടെ വന്ന് താമസിച്ചോളാമെന്നു. ആർക്ക് വേണമെങ്കിൽ? അള്ളാഹ്ക്ക് വേണമെങ്കിൽ. ഇവരുടെ ധിക്കാരത്തിൻ്റെ ആ സ്വരമാണ് ആ പറയുന്നത്. ആർക്ക് വേണമെങ്കിൽ? മൂസക്കും അള്ളാഹ്ക്കും വേണമെങ്കിൽ അത് ചെയ്തോട്ടേന്ന്. ഞങ്ങൾ ഇവിടെ കുത്തിരിക്കും. ഞങ്ങളങ്ങനെ ഈ യുദ്ധം ചെയ്യാനോ ഞങ്ങളുടെ പെണ്ണുങ്ങളെയും കുട്ടികളെയും അവർക്ക് അടിമാക്കി പിടിക്കാനോ ഒന്നും ഞങ്ങൾ കൊടുക്കില്ല എന്നാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഇതിൻ്റെ വിശദമായ ഭാഗങ്ങൾ നമ്മൾ ബൈബിളിലാണ് വായിക്കേണ്ടത്. അതുകൂടി വായിക്കുമ്പോഴേ നമുക്ക് ഇവർ ഈ പറഞ്ഞ വർത്താനമൊക്കെ എന്താണെന്ന് അറിയുള്ളൂ. ഫൈ യഖ്റുജൂ മിൻഹ, അതിൽ നിന്ന് അവർ പുറത്ത് പോവുകയാണെച്ചെങ്കിൽ, അവരങ്ങ് പുറത്ത് സ്വമേധയാ പോവുക അല്ലെങ്കിൽ അള്ളാഹ് ഇടപെട്ടിട്ട് പുറത്താക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഫഇന്നാ ദാഖിലൂൻ, ഞങ്ങൾ വേണമെങ്കിൽ പോയിട്ട് അവിടെ താമസിച്ചോളാം. അങ്ങക്ക് വേണമെങ്കിൽ പോയിട്ട് ഞങ്ങൾ അവിടെ താമസിച്ചോളാം. കാല റജുലാനി, 2 പുരുഷന്മാർ, 2 ആൾ പറഞ്ഞു. ആ 12 ആളിലെ 2 ആൾ അവർ പറഞ്ഞു മിനല്ലദീന യഖാഫൂന, ആ കൂട്ടരിൽ നിന്ന്, ആ ഭയചകിതരായ ആ കൂട്ടരിൽ നിന്നുള്ള ഈ 2 ആൾ പറഞ്ഞു അൻഅമല്ലാഹു അലൈഹിമ, അവർക്ക് 2 പേരുടെ മേൽക്കും അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അവർ പറഞ്ഞു, ഇവരാരാ? ഖുർആൻ ഇവരുടെ പേര് പറയുന്നില്ല, പക്ഷെ ബൈബിൾ പറയുന്നുണ്ട്. അവരുടെ പേര് ഒന്ന് യോശുവ, നമ്മൾ അറബിൽ യൂഷഅ ബിൻ നൂൻ എന്ന് പറയും. ആ ബനു ഇസ്രായേലിലെ ഒരു നബിയാണ്. ഇദ്ദേഹത്തിനെ നമുക്ക് പരിചയമുണ്ട്. എവിടെയെന്ന് പറയും, ഈ മൂസാ നബി അലൈഹിസ്സലാം ആ ഖിദറുമായിട്ടുള്ളൊരു യാത്രയില്ലേ അൽ കഹ്ഫിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഫത്ത ഇല്ലേ, ഫത്ത ഒരു സേവകൻ, അതിതാ അതാണ് ഈ യൂഷഅ ബിൻ നൂൻ. അവർ ജോഷുവ എന്ന് പറയും, അല്ലെങ്കിൽ യോശുവ എന്ന് പറയും. അതാണ് അവർ അതിൽ പറയുന്ന പേര്. രണ്ടാമത്തൊന്ന് കലേബ് എന്ന് പറയുന്ന വേറൊരാൾ. അദ്ദേഹം യഹൂദ ഗോത്രത്തിലുള്ള യുഫന്നയുടെ മകൻ കലേബ്, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇവർ 2 പേരുമാണ് ഈ പറഞ്ഞ 2 ആൾ. അവരുടെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. ഉദുഹുലു, അവർ പറഞ്ഞ എന്താ വെച്ചാൽ ഉദുഹുലു, നിങ്ങൾ പ്രവേശിക്കണം, അലൈഹിം, ആ നാട്ടുകാർക്ക് മേൽ നിങ്ങൾ പ്രവേശിക്കണം, അൽ ബാബ, വളഞ്ഞ വഴിയോ കുതന്ത്രങ്ങളോ ഒന്നും സ്വീകരിക്കാതെ നേർക്കുനേർ നിങ്ങൾ ചെല്ലണം. അവർ നിങ്ങളെ ആക്രമിക്കും എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ ഭാവന മാത്രമാണ്. അങ്ങനെ സംഭവിച്ചെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അങ്ങനെ സംഭവിച്ചു കൊള്ളണമെന്നില്ല. കാരണം ഈ സമൂഹത്തിനെ കുറിച്ചിട്ട് അവരും കേട്ടിട്ടുണ്ടാവും. ഫറോവ എന്ന് പറയുന്ന അക്കാലത്തെ ഏറ്റവും വലിയ രാജാവിനെ മുക്കിക്കൊന്നിട്ടും അവിടുന്ന് ജയിച്ചിട്ടും വരണ ഇവരുടെ സ്വാഭാവികമായി തന്നെ ആൾക്കാർക്ക് പേടിയുണ്ടാവും. ഇവരിതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ ഈ സമൂഹം എന്ന് പറയുന്നത് വരുന്നത് അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ചക്രവർത്തിനെ മുക്കിക്കൊന്നിട്ട് അവിടുന്നൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ യുദ്ധം ചെയ്തിട്ടാണെന്നൊക്കെ എന്നെ ധരിക്കുക. അല്ലെങ്കിൽ തന്നെയും ഈ ചെങ്കടൽ പിളർന്നു എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഇവരെ എതിർക്കാൻ നിൽക്കുമോ? ബുദ്ധിയുള്ളവരാരെങ്കിലും? അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്ന് ചിലപ്പോൾ അക്രമങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇവർ പൊതുവെ ധരിച്ചു, ഇവർ പേടിച്ചു. അവരുടെ ആ പ്രതാപവും കാര്യം വീര്യമൊക്കെ കണ്ടപ്പോൾ അവരെ പേടിച്ചു. യുദ്ധം ചെയ്യേണ്ടി വന്നാണെച്ചെങ്കിൽ കുടുങ്ങോലോ എന്നാണ് അവർ വിചാരിക്കുന്നത്. അതുകൊണ്ട് എന്താ വെച്ചാൽ മൂസാ നബീനെ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നേരെ മറിച്ച് ചെങ്കടൽ പിളർന്നതുപോലെ മഞ്ഞയും തലവിയൊക്കെ കിട്ടിയ പോലെ വളരെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുകയാണെച്ചെങ്കിൽ അത് അവരുടെ കുതന്ത്രമാണ്. അള്ളാഹു പറഞ്ഞതോ റസൂൽ പറഞ്ഞതോ ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. അതാണ് അവരുടെ താല്പര്യങ്ങളിൽ, അവരുടെ ഐഡിയോളജിക്ക് അനുസരിച്ച് റസൂലും അള്ളയൊക്കെ വരണം എന്നല്ലാതെ അള്ള പറഞ്ഞതും അവർ ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. ഈ 2 പേര് പറഞ്ഞു ഉദ്ഖുലു അലൈഹിമുൽ ബാബ, അവരിലേക്ക് നിങ്ങൾ നേരിട്ട് അന്നൊക്കെ നഗരങ്ങൾക്ക് കവാടങ്ങളുണ്ടാവും, ആ കവാടങ്ങളിലൂടെ തന്നെ ചെല്ലണം. വളരെ വളരെ
കൃത്യമായിട്ട് ക്ലിയറായിട്ട് നിങ്ങൾ ചെല്ലണം. നിങ്ങൾ ഒളിച്ചും മറച്ചും അവരെ മിന്നലാക്രമണം നടത്തിയിട്ടും തീവ്രവാദ പ്രവർത്തനം നടത്തിയിട്ടും ഒന്നല്ല ചെല്ലേണ്ടത്. ഇതാ ദഖൽതുമൂഹു, അങ്ങനെ അവരിൽ നിങ്ങൾ പ്രവേശിച്ചാൽ ഇന്നക്കും ഗാലിബൂൻ, നിങ്ങൾ തന്നെയാണ് വിജയിക്കുക. ഒരു നിലക്കും അവർ വിജയിക്കാൻ പോകുന്നില്ല. കാരണം അത്രയും ലെവലിലാണ് നിങ്ങൾ ചെല്ലേണ്ടത്. അതിന് വേണമെന്ന് വെച്ചാൽ ഇത് ഖുർആനിൽ വേറൊരുത്ത് പറയുന്നത് നിങ്ങൾ ഹിത്ത എന്ന് വിട്ടിട്ട് ചെല്ലണം എന്നൊക്കെ പറയണേ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതൊക്കെ അതായത് നിങ്ങളുടെ ഈ അഹങ്കാരം, ആ വക സാധനങ്ങൾ, അലസത, വിശ്വാസമില്ലായ്മ, ഈ വക സാധനങ്ങളൊന്നും ആയിട്ടല്ല ചെല്ലേണ്ടത്. അതാണ് ഫതവക്കലു വഅലല്ലാഹി ഫതവക്കലു, അള്ളാഹുവിൻ്റെ മേലാണ് നിങ്ങൾ തവക്കുൽ ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ശേഷി അല്ലെങ്കിൽ അവരുടെ സൈനിക ശേഷി, കാരണം നിങ്ങൾ ഈ മൂസാ നബി വന്നിട്ട് ഈ ഫറോവയുടെ അവിടുന്ന് ഇങ്ങോട്ട് പോരുന്നത് വരെ നിങ്ങൾ എന്തിനെയാണ് അവലംബിച്ചത്? അള്ളാഹുവിൻ്റെ ശക്തിയെ മാത്രമല്ലേ അവലംബിച്ചത്? ഇപ്പോഴും നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹങ്ങളുടെ ഭാഗമായിട്ട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ മാത്രം എങ്ങനെ നിങ്ങൾ ഈ ശക്തിനെക്കുറിച്ചും പവറിനെക്കുറിച്ചും മാത്രം സംസാരിക്കുന്നത് എന്താണെന്നാണ്. അത് അവർക്ക് കൊടുത്ത് അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷൻ വെച്ച് നമുക്കാണ് ഈ ഫതവക്കലു എന്ന് പറയുന്നതിൻ്റെ. നിങ്ങൾ മുമ്പ് എന്താണോ ചെയ്തത്, എങ്ങനെയാണോ ഇവിടെ വരെ നിങ്ങൾ എത്തിയത്, അതേ നടപടിയിലൂടെ നിങ്ങൾ തന്നെ പിന്നെ പോകണം. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ഇതുവരെ നിങ്ങൾ ചെയ്യേണ്ടതൊന്നും ചെയ്യാതെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇനി അങ്ങനെയല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോവുക. ഈ ചെയ്യിക്കുമ്പോഴേ ശരിക്കും വാസ്തവത്തിൽ ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാൻ പറ്റുമോ? വെറുതെ ഇങ്ങനെ ഫ്രീ കിട്ടുകയാണെച്ചെങ്കിൽ ഇപ്പം നമ്മൾ വെറുതെ ഇങ്ങനെ അരി കൊടുത്തില്ലേ സർക്കാർ, ഒരു ഉറുപ്പിയൊന്നും ഇല്ലാണ്ടും. അപ്പോൾ എന്താ ചോദിച്ചെന്ന് വിചാരിച്ച് ഇങ്ങനത്തെ വീട്ടിലുള്ള ആൾക്കാർ കിട്ടണ കാശ് മുഴുവൻ കള്ളുടിക്കാൻ ഉപയോഗിച്ച്. കാരണം അരി കിട്ടുകയെന്ന് വിചാരിച്ചില്ല, ഞാൻ ചോറ് വെച്ചാൽ ഒരു മിളക് എന്തായാലും പെണ്ണുങ്ങളും കുട്ടികളും തിന്നോളും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഫ്രീ കിട്ടുമ്പോൾ ഒന്നിനും ഒരു വിലയുണ്ടാവില്ല, ഒന്നിനൊരു വിലയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വിലയില്ലാതെ വലിയ അനുഗ്രഹങ്ങൾ നേടി വന്ന ഇവരിനെ ഇനി മൂസാ നബി പണിയെടുത്ത് ഒരു സമൂഹമാക്കി രൂപപ്പെടുത്തണം. ഇപ്പോഴൊന്നും ഇവർ സമൂഹം അങ്ങനെ ഒരു മുസ്ലിം സമൂഹമൊന്നും ആയിട്ടില്ല. കാരണം ഇവരുടെ കയ്യിലിരിപ്പൊക്കെ നമ്മൾ ഈ പൂരണ പോക്കിലൊക്കെ കണ്ടതാണ്. ഇവരെ വാർത്തെടുക്കണം. അതിന് ഇവരൊരു നാട്ടിലേക്ക് ചെല്ലണം. മരുഭൂമിയിൽ നിന്നിട്ട് മഞ്ഞും സെൽവി ഇങ്ങനെ തിന്നിട്ട് കൂടിയാൽ പറ്റില്ല. സാധാരണ നാട്ടിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് ഇവരെ കൊണ്ടുപോകണം. ആ സാധാരണ ജീവിതത്തിലാണ് ഇവർക്ക് ഇനി ദീനുണ്ടാക്കി കൊടുക്കേണ്ടത്. ആ സാധാരണ ജീവിതത്തിലാണ് നേരത്തെ നമ്മൾ ഔഫു ബിൽ ഉഖൂദ് എന്നൊക്കെ പറഞ്ഞ് ആ സാധാരണ മനുഷ്യ ജീവിതത്തിൽ ഇവരെ പണിയെടുപ്പിച്ച്, ഇവരെ പരിശീലിപ്പിച്ച്, ഇവരെ മുസ്ലിം സമൂഹമാക്കി മാറ്റണം. അതാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അത് വെച്ചിട്ടാണ് ഇവർ കാദേശ് എന്ന് പറയുന്ന ഈ സ്ഥലത്ത് പോയിട്ട് തമ്പടിച്ചുള്ളത്. ഇനി ഇവരുടെ തൊട്ടടുത്ത സ്ഥലം എന്നൊക്കെ പറയുന്നത് ജോർദാനും പോലത്തതൊക്കെ. അവിടേക്ക് പിന്നെ ഇവർ കയറാൻ 38 കൊല്ലെടുത്തു എന്നാണ്. അതിന് ആ കഥയൊക്കെ അടുത്ത ഭാഗങ്ങളിൽ നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെന്നുള്ള ഏതെങ്കിലും ഒരു നിലക്കുള്ള അവകാശവാദം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇനി നിങ്ങൾ തവക്കുൽ ചെയ്യണം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യണം. നമ്മൾ ഈ ഭാഗങ്ങൾ നമ്മൾ വെക്കുമ്പോൾ ഈ അർദുൽ മുഖദ്ദസ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഈ പരിശുദ്ധ ഭൂമി എന്ന് പറയുന്നത്. ഇത് വാസ്തവത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി അള്ളാഹുവിൻ്റെ വാഗ്ദാനത്തിൽ പെട്ടതാണ്. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും യാക്കൂബ് നബി അലൈഹിസ്സലാമും ഒക്കെ ഇവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെ അന്നുണ്ടായിരുന്ന തദ്ദേശീയരായ ആ ജനതയോടൊപ്പം അവർ ഒത്തുപോയിട്ടാണ് ജീവിച്ചത്. അവരെ പുറത്താക്കിയിട്ടൊന്നുമല്ല. അവിടുന്നാണ് ഇവർ ഈ യൂസുഫ് നബി അലൈഹി സ്വലാമിന് ഈജിപ്തിൽ അധികാരം കിട്ടിയപ്പോൾ അവർ അങ്ങോട്ട് പോയിട്ടുള്ളത്. ഇനി ഇവർ തിരിച്ചു വരുന്നത് അതിലേക്കാണ്. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് പ്രവാചകന്മാരെ കൊണ്ട് വിശുദ്ധമായ ഭൂമിയാണ്. അതുമാത്രമല്ല അത് മറ്റുള്ള നിലക്കും ഭക്ഷണം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മറ്റുള്ള സംഭവങ്ങളെ കൊണ്ടും ആണ്. അതിനാണ് ബാറക്കന ഹൗലഹു എന്നൊക്കെ ഖുർആൻ. ഈ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ഇത് തൂരിസീന, അതിൻ്റെ ചുറ്റുഭാഗം, അതായത് ഇപ്പോൾ നമ്മൾ ഷാം, ജോർദാൻ, പലസ്തീൻ എന്നൊക്കെ പറയുന്ന ഈ സ്ഥലങ്ങളുണ്ടല്ലോ, ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ നടക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഈ പ്രശ്നം ബിലാദ് ഷാം എന്ന് പറയുമ്പോൾ നമ്മളിന്ന് പറയുന്ന സിറിയ മാത്രമല്ല, അതിൻ്റെ അതൊക്കെ കൂടിയിട്ടുണ്ടാകുന്ന സംഭവമാണ്. ഇന്നിപ്പോൾ ഈ നടക്കുന്ന പ്രശ്നം ഉണ്ടല്ലോ, അതാണ് ഈ പ്രശ്നം. അത് ഇന്ന് തുടങ്ങിയതല്ലാന്ന്. കാരണം ഇത് അവരുടെ ഒരു ഇതെന്താ ചോദിച്ചാൽ ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി. ആർക്ക്?
ബനു ഇസ്രായേൽ. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മക്കളുണ്ടാകുന്നതിന് മുമ്പെയാണ് അള്ളാഹ് ഈ കൊടുത്തക്കണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇബ്രാഹീമിൻ്റെ സന്തതി പരമ്പരകൾക്ക് മുഴുവൻ പെടുന്നതാണ്. തന്നെയല്ല ഇബ്രാഹീമുമായി അള്ളാഹുവിൻ്റെ വാഗ്ദാനം എന്താ ചോദിച്ചാൽ ഖാല ലാ യനാലു അഹ്ദിൽ ളാലിമീൻ, അക്രമികൾക്ക് എൻ്റെ ബാധകമല്ല. എപ്പോഴൊക്കെ ഈ ബനൂ ഇസ്രായേലിൽ അക്രമം ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവർ വന്നിട്ട് അവരെ അവിടെ പുറത്താക്കിയിട്ടുണ്ട്, അടിമായിട്ട് പിടിച്ചിട്ടുണ്ട്, ഒക്കെ നശിച്ചാക്കിയിട്ടുണ്ട്. അത് ആര് ചെയ്താലും, അത് ഇപ്പോഴുള്ള മുസ്ലിമീങ്ങൾ ചെയ്താലും അത് തന്നെയാണ് മുസ്ലിമീങ്ങൾക്കും സംഭവിക്കുക. ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഏറെക്കുറെ അത് തന്നെയാണ്. അള്ളാഹുമായിട്ടുള്ള ഈ കരാറ് എപ്പോൾ പോകുന്നോ ആ കരാറ് പാലിക്കുന്ന ഒരു സമൂഹം വന്ന് അത് അങ്ങോട്ട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ കൂട്ടരും അക്രമികളായതുകൊണ്ട് അങ്ങനെ നിൽക്കുക. ഇതാണ് അവരുടെ ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനം. അതായത് ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്തവരും ഇഷ്ടക്കാരുമാണ്, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ബാധക. അതിനകത്തൊക്കെ ആദ്യം തന്നെ അവർ ബൈബിളിൽ കുറേ സംഭവം വെച്ചിട്ടുണ്ട്. കാരണം ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രയിലുണ്ടായ സന്താനമല്ല, അടിമയിലുണ്ടായതാണ്. അവകാശം അടിമക്ക് നിൽക്കില്ല. അങ്ങനെയൊക്കെ പല കുതന്ത്രങ്ങളും മുമ്പേ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്ന് പറയുന്നത് ഇവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ പദ്ധതി എന്ന് പറയുന്നത് യൂറോപ്പ് വരെ ആഫ്രിക്ക വരെ ഒക്കെ എത്തുന്ന, സൗദി അറേബ്യ ഒക്കെ ഉൾപ്പെടുന്ന വലിയ പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇസ്രായേലിൻ്റെ അതിർത്തി ഇല്ല എപ്പോഴും. ഇസ്രായേലിൻ്റെ അതിർത്തി ഇപ്പോഴും ഇല്ല. ഇസ്രായേലിൻ്റെ മനസ്സിലുള്ള സംഭവം എന്ന് വെച്ചാൽ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്നത് ഈ പ്രദേശങ്ങൾ മൊത്തം ഉൾപ്പെടുന്ന സ്ഥലമാണ്. അത് വലിയ വിപുലമായ ഏരിയയാണ്. അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അവിടുന്ന് അവർ ബാക്കിയുള്ളവരൊക്കെ പുറത്താക്കും. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ അബ്രഹാം അക്കോർഡ് എന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ രൂപീകരിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ ഒരുവിധം കയ്യിലെടുത്ത് ഒരു ലെവലിലാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് പോകുമ്പോഴാണ് ആ ഹമാസ് എന്ന് പറയുന്ന ഒരു ചെറിയ സംഘം ഇതിനാകെ തകിടം മറിച്ച്. ആ ഒക്ടോബർ 7 ശേഷം ലോകത്തിൻ്റെ ഗതി തന്നെ മാറി. നമ്മൾ വിചാരിക്കും ഇത് ചെറിയ ഏർപ്പാടാണ്. ഇത് ചെറിയ ഏർപ്പാടല്ല, ഇന്നും നാളെയും തീരുന്ന ഏർപ്പാടുമല്ല. നമ്മൾ വിചാരിക്കേണ്ട ഇത് കുറച്ച് ബോംബിട്ടിട്ട് തമിഴ് പുലികളെ ഇല്ലാതാക്കിയ മാതിരി അവിടെ ഇവരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നത്. അവരുടെ സ്വപ്നം അതൊക്കെയാണ്, ശരിയാണ്. പക്ഷേ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അവിടെ ആ പ്രദേശത്ത് ഈ അർദുൽ മുഖദ്ദസയിൽ സമാധാനം വേണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഈ തൗഹീദിലേക്ക് മനുഷ്യൻ ചെന്ന് അത് ഏറ്റെടുക്കുന്ന കാലത്തല്ലാതെ അവിടെ സമാധാനമുണ്ടാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ലോകം അവസാനിക്കാമെന്നല്ലാതെ. ഇതൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനൊക്കെ വലിയ ഒരു ക്യാൻവാസ് ഉണ്ട്. അത് കേവലം ഇസ്രായേലിനും ഈ ഹമാസും തമ്മിലുള്ള ഒരു രാഷ്ട്രീയമായൊരു വടംവലിയൊന്നുമല്ല. അതിൻ്റെ ഒക്കെ അപ്പുറമുണ്ട്. കാരണം എത്ര ചെറിയ ഒരു സംഘമാണ്, എത്ര ചെറിയ ഒരൊറ്റ ദിവസത്തെ ഇടപെടലുകൊണ്ട് ലോകത്തിൻ്റെ ഗതി തന്നെ മാറിയില്ലേ? ലോകത്തിൻ്റെ ഗതി തന്നെ മാറി. അതൊക്കെ അള്ളാഹുവിൻ്റെ സവിശേഷമായ ഇടപെടലുകളാണ്. അതിലാരൊക്കെ മരിക്കുന്നുണ്ട്, ഈമാനുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മരിക്കണവരുടെ പേരിലൊന്നും നമ്മളാരും സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുക അവർ വംശീയമായിട്ട് അവർ ഉന്മൂലനം ചെയ്യപ്പെട്ട അള്ളഞ്ഞെന്താ കുടുങ്ങുമോ? അവരിനേക്കാൾ വലിയ ആളുകളെ കൊണ്ടുവരും. കാരണം അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരും, യൂറോപ്പിൽ നിന്ന് കൊണ്ടുവരും അള്ളാഹു ഈ ബൈത്തുൽ മുഖദ്ദസ് സംരക്ഷിക്കാനുള്ള ആളുകളെ. അതൊക്കെ ഹദീസുകളിലുണ്ട്. അപ്പോൾ നമ്മളതിലൊന്നും ബേജാറാവേണ്ട കാര്യമില്ല. നമ്മൾ ഈ അലല്ലാഹി ഫത്തവക്കലു ആ പോയിന്റിൽ നമ്മൾ നിന്നിട്ട് നമ്മൾ ഈ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മളുടെ ജീവിതവും നമ്മളുടെ കാഴ്ചപ്പാടുമൊക്കെ രൂപീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള. അപ്പോൾ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇത് വെച്ചിട്ടൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ നമുക്ക് കാഴ്ചയും കിട്ടും. ഈ നടക്കുന്ന സംഭവങ്ങളിലൊന്നും നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വിശ്വാസികളാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞു, അവർ അവിടെ ജീവിക്കും, അവർ സുഖമായി ജീവിക്കും. അവിടെ നമുക്ക് അതിൽ യാതൊരു പ്രശ്നമുണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഈ വിശ്വാസം നമ്മളും കൃത്യമായി പാലിക്കാനും കൊണ്ടു നടക്കാനും നമ്മളും സന്നദ്ധരാവുക എന്നതാണ് മാത്രമാണ് നമുക്കും ഇതിൽ ചെയ്യാനുള്ളത്. നമുക്ക് നിർത്താം. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.